ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്തുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകി. യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ല. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം അങ്ങനെ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും എന്നരുളി ചെയ്തുകൊണ്ട് കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി. അങ്ങനെ എന്നെന്നും നമ്മോടുകൂടെ ജീവിക്കാനുള്ള മാർഗം അവിടുന്ന് കണ്ടുപിടിച്ചു. വിശുദ്ധ കുർബാന. ഇത് എന്റെ ശരീരമാണ്. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. മനുഷ്യപുത്രനിതാ മർദ്ദകരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. ആടുകൾ ചിതറിപ്പോകും. ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുക.